കഴിഞ്ഞ ദിവസം ബെവ്കോ സർക്കാരിന് ഒരു ശുപാർശ നൽകിയിരിക്കുന്നു. ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുപാർശയായിരുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് വലിയ സന്തോഷവും മറുവിഭാഗത്തിന് വലിയ ആശങ്കയും ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. എന്തായാലും സർക്കാർ ആയിരുന്നു അതിലൊരു തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ അതിൽ കൃത്യമായൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. ബെവ്കോയുടെ ഡോർ ഡെലിവറി മദ്യവിൽപ്പന ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വിവാദങ്ങൾക്ക് നിൽക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം. വിവിധയിടങ്ങളിൽ നിന്നുള്ള എതിർപ്പും സർക്കാരിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ തിരക്ക് കുറയ്ക്കുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും ഓൺലൈൻ വഴി മദ്യത്തിന്റെ ഡോർ ഡെലിവറി നടത്താനുമാണ് ബെവ്കോ ശുപാർശ നൽകിയത്. നിലവിലെ മദ്യനയത്തിലും നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തേണ്ട ശുപാർശയാണ് ബെവ്കോ നൽകിയിട്ടുള്ളത്. കോവിഡ് സമയത്തടക്കം ഓൺലൈൻ മദ്യവിൽപ്പന ശുപാർശ സർക്കാരിന്റെ മുന്നിലേക്ക് വന്നെങ്കിലും അന്ന് തള്ളിക്കളഞ്ഞിരുന്നു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഓൺലൈൻ മദ്യവിൽപ്പന നടത്തണമെന്ന ബെവ്കോ ശുപാർശ സർക്കാർ അംഗീകരിക്കില്ല. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടക്കുന്ന സമയത്ത് ഓൺലൈൻ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയാൽ അത് വലിയ വിമർശനത്തിനിടയാക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ശുപാർശ നൽകിയത് എന്നാണ് എക്സൈസ് വകുപ്പ് വിശദീകരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വിവാദ തീരുമാനമെടുത്ത് വിമർശനങ്ങൾക്ക് വഴികൊടുക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. വിശദാംശങ്ങൾ ഷിജോ കുര്യൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഇങ്ങനൊരു ശുപാർശ ബെവ്കോ നൽകിയിരുന്നു. അപ്പോൾ അതിൽ പലരും ഒരു വിഭാഗം ആളുകൾക്ക് വലിയ സന്തോഷവും ഉണ്ടായിരുന്നു, മറുവിഭാഗം ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാരിന്റെ തീരുമാനം ഇങ്ങനെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വർഷമൊക്കെ വരികയാണ്. സ്വാഭാവികമായിട്ടും വലിയ വിവാദങ്ങളിലേക്ക് ഇനി തലയിടണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇത്തരമൊരു തീരുമാനം ബെവ്കോയുടെ ശുപാർശ അംഗീകരിക്കാത്തതിലേക്ക് സർക്കാരിനെ നയിച്ചതെന്നാണോ കരുതേണ്ടത്? ജിൽസി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇപ്പോൾ മദ്യം എങ്ങനെയാണോ വാങ്ങുന്നത് അങ്ങനെ തന്നെ പോയി ബെവ്കോ ഔട്ട്ലെറ്റുകളിലും പ്രീമിയം ഔട്ട്ലെറ്റുകളിലും ഒക്കെ പോയി മദ്യം വാങ്ങിയാൽ മതി. അത് ഓൺലൈൻ ഡെലിവറി ആയിട്ട് എത്തിച്ച് നൽകേണ്ട ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. ബെവ്കോ MD നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയുമില്ല. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിലവിലുള്ള വിവാദത്തിനപ്പുറത്തേക്ക് കൂടുതൽ വിവാദത്തിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഓൺലൈൻ മദ്യ ഡെലിവറി ഇപ്പോൾ നിലവിൽ വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കാലത്തും ഇത്തരത്തിൽ ഓൺലൈനായിട്ട് മദ്യം ഡെലിവറി ചെയ്യാനുള്ള ഒരു ശുപാർശയൊക്കെ സർക്കാർ മുമ്പിലേക്ക് വന്നതാണ്. അന്ന് സർക്കാർ അത് തീരുമാനം അംഗീകരിച്ചിരുന്നില്ല, അത് വേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് ബെവ്കോ MD അങ്ങനെ ഒരു ശുപാർശ വെക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ തിരക്ക് കുറയ്ക്കുക, ഒന്ന് മറ്റ് ബെവ്കോയുടെ വരുമാനം കൂട്ടുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബെവ്കോ MD അങ്ങനെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിൽ തിരഞ്ഞെടുപ്പ് വർഷമാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ വിവാദത്തിലേക്ക് സർക്കാരിനെ കൊണ്ട് ചെന്ന് ചാടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് പറയുന്നത് ഈ തിരക്ക് കുറയ്ക്കുക, ഈ പറയുന്ന പോലെ തന്നെ മദ്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഭാഗത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സർക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മദ്യം കൂടി ഓൺലൈനായിട്ട് കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ പല പ്രവൃത്തികൾക്കും വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും. ഇപ്പോൾ വരുമാന വർധനവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും വലിയ തിരിച്ചടിക്ക് ഇടയാക്കും. അതുകൊണ്ട് നിലവിൽ അങ്ങനൊരു ഓൺലൈൻ മദ്യ ഡെലിവറിയിലേക്ക് സർക്കാർ ഇനി കടന്നേക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം. എന്തായാലും ബെവ്കോയുടെ ശുപാർശ സർക്കാർ തള്ളിക്കളയുന്നു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാർ നടത്തുന്നുണ്ട്. ജിൽസി.